രചന, അവതരണം സുഖി സുരേഷ്. എടോ, എനിക്ക് തന്നോട് രഹസ്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ പറയുന്ന കാര്യം മറ്റാരോടും പറയരുത്. എനിക്ക് തന്നോടൊരു ഇഷ്ടമുണ്ട്. അതൊരു ചെറിയ ഇഷ്ടമൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലൊരു ഇഷ്ടം തന്നെ ഉണ്ട് കേട്ടോ. താൻ ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട, ആലോചിച്ച് ചിന്തിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. ഓരോ നിമിഷവും ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവളോട് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ കാലമായിട്ടാണ് എനിക്ക് ഹിമയോടൊരു ഇഷ്ടം തോന്നുന്നത്. ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നസ്രാണി കുട്ടിയാണ് കേട്ടോ ഹിമ. പക്ഷേ എൻ്റെ കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു നായറാണ് കേട്ടോ. മതവും ജാതിയൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവളുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇഷ്ടമാണെന്ന് പറയാനുള്ളൊരു പേടി മാത്രമായിരുന്നു കേട്ടോ ആ സമയത്തുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു വിഷമം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊരു ഭയം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നഷ്ടപ്രണയത്തെക്കാൾ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളോട് നമുക്ക് മനസ്സിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് പറയാതെ വെക്കുന്നത് തന്നെയാണ്. അന്നത്തെ ആ ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു രാത്രി കാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്ന് സമയം കഴിച്ചു കൂട്ടി. ആ ഒരു നിമിഷവും ഞാൻ മനസ്സിലാലോചിച്ചു, നാളെ അവളോട് തുറന്ന് പറയണം. എന്ത് വേണമെങ്കിലും വരട്ടെ, ഇനി പറയാതെ വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ. കാരണം ദിവസങ്ങൾ ഓരോന്നും ഉറക്കം കിട്ടാത്ത രാത്രികളായി മാറുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം കുളിച്ച് നല്ല സെറ്റായി ഹെയർ സ്റ്റൈലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. നല്ലൊരു ജെന്റിൽമാൻ ലുക്കിൽ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു കോലത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അന്നത്തെ ദിവസം തന്നെ പുറത്ത് നല്ല വെയിലായിരുന്നു. അതുകൂടാതെ തന്നെ നല്ല കാറ്റും പൊടിക്കാറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ട് മുഖം കരിവാളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഖത്തൊരു സൺസ്ക്രീൻ സെറ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ഞാനൊരു ടാക്സി പിടിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോയത്. കാരണം ഇനി കാറ്റടിച്ചിട്ടങ്ങനെ എൻ്റെ മുടിയെങ്ങനെ കുളവായാലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ ടാക്സി പിടിച്ച് പോയത്. ആ ഒരു നിമിഷം എൻ്റെ ബോസ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ഇവിടെയല്ല ഡ്യൂട്ടി, നിങ്ങൾ ഒരാഴ്ച നമ്മുടെ സ്റ്റോറിൽ പോകേണ്ടതായിട്ടുണ്ട്. ശരിക്കും ആ ഒരു നിമിഷം എനിക്ക് വല്ലാണ്ട് ദേഷ്യം തോന്നി കേട്ടോ. ഒരാഴ്ച മുഴുവൻ ആ ഒരു സ്റ്റോറിലെ പൊടിയും പുകയും കൊണ്ട് അവിടെ കിടക്കാനായിട്ട്. അവിടുത്തെ കാര്യം ആലോചിക്കുന്ന സമയത്ത് തന്നെ വല്ലാണ്ട് വിഷമം തോന്നും. ഈ ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയതും. ഓഫീസ് ജോലി മാത്രം ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന എനിക്ക് തെറ്റിപ്പോയത് പിന്നീടാണ്. ആ ഒരു കമ്പനിയുടെ എല്ലാത്തരം ജോലികളും തന്നെ എൻ്റെ മുതുകിൽ തന്നെയായിരുന്നു. സ്റ്റോറിലെ കാര്യങ്ങൾ ചെയ്തു കൂട്ടണം, പിന്നെ ഷോപ്പിൽ പോകണം, കമ്പനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണം. കമ്പനിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ മൊത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിൽ തന്നെയായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല എന്ന് തന്നെയാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സമയം ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ അങ്ങനെ നിന്നു. ആ ഒരു നിമിഷവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഹിമയൊന്ന് കണ്ടിട്ട് പോകണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു. ഇഷ്ടമൊന്നും തുറന്ന് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവളോടൊന്ന് മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഒരു ദിവസം മറ്റാരോടും മിണ്ടിയില്ലെങ്കിലും അവളോട് മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാലോചിച്ച് ഞാൻ അങ്ങനെ നിന്നു. ഓഫീസിന്റെ ഗേറ്റിനരികിൽ നിന്നും ഒരു വെള്ള ചുരിദാറിട്ട മാലാഖയെ പോലെ അവൾ അകത്തേക്ക് വരുന്നു. പക്ഷേ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ചില സമയത്തൊരു ഗിഫ്റ്റ് പോലെ ഒരു പുഞ്ചിരി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചതിന് ശേഷമായിരിക്കും അകത്തേക്ക് പോകുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒന്നും ആകാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതേപോലെ എനിക്ക് തോന്നിപ്പോയി. ഒരുപക്ഷെ ഇനി എന്നെ കാണാഞ്ഞിട്ടാണോ, അതോ ഇനി കണ്ടിട്ടും കാണാത്തതുപോലെ കയറിപ്പോയതായിരിക്കുമോ? അങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചു. സാറേ, സാറിന് പോകാനുള്ള വണ്ടി റെഡിയാണ് കേട്ടോ. ഞാൻ ആ വണ്ടിയിൽ കയറി സ്റ്റോറിലേക്ക് പോയി. അവിടെ ആകെ പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. ആദ്യം എല്ലാം ഒന്ന് അടിച്ചുവാരി എല്ലാം വൃത്തിയാക്കി ഇട്ടു. ശേഷം അവിടെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം യഥാസ്ഥാനത്ത് പറക്കി വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്ത് കണക്കെടുപ്പ് തുടങ്ങി. പക്ഷേ അവിടെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവളുടെ മുഖം എൻ്റെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കുന്നു. അങ്ങനെ ഒരാഴ്ച മുഴുവൻ അവളെ കാണാതെ സ്റ്റോറിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവളുടെ ആ സാന്നിധ്യം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരാളുടെ പ്രസൻസ് ആണ്. പ്രണയത്തേക്കാൾ അമൂല്യമായതെന്തോ അതാണ് സാന്നിധ്യം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ എന്ത് ജോലിയും എന്ത് പ്രയാസങ്ങളും നമുക്ക് ഒന്നുമല്ലാതായി മാറും. അങ്ങനെ ഒരാഴ്ച മുഴുവൻ ഓഫീസിൽ പോകാതെ, അവളെ കാണാതെ, അവളോട് സംസാരിക്കാതെ ഞാൻ ആ സ്റ്റോറിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. അങ്ങനെ ജോലിയുടെ 8ാമത്തെ ദിവസം ഞാൻ ഓഫീസിലേക്ക് ചെന്നു. എൻ്റെ ബാഗ് ഞാൻ അവിടെ കൊണ്ടുവച്ച് അപ്പുറത്തേക്ക് തിരിഞ്ഞതും ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ശാരദ ചേച്ചി എന്നെ കണ്ടു. എടാ, നിന്നെ കുറച്ച് ദിവസം കണ്ടില്ലായിരുന്നല്ലോ.
സ്റ്റോറിൽ കുറച്ച് പണിയുണ്ടായിരുന്നു ചേച്ചി, അതായിരുന്നു വരാഞ്ഞത്. ആ, സ്റ്റോറിലെ കാര്യങ്ങളെല്ലാം നോക്കണമെങ്കിൽ നീ തന്നെ വേണമല്ലോ. ഇവിടെ എന്ത് കാര്യത്തിനും നീ തന്നെ വേണം, അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലടാ. ആ, എന്തുണ്ട് ചേച്ചി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഞാനില്ലാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെ പോയിരുന്നു? ഓ, പരമ ബോറായിരുന്നടാ. നീയുള്ളപ്പോ മിണ്ടാനെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. നീ പോയി കഴിഞ്ഞ ഇവിടെ ആരും മിണ്ടാനുമില്ല, പറയാനുമില്ല, ഒന്നുമില്ല കേട്ടോ. ആ, പിന്നെ ഒരു വിശേഷമുണ്ട്. നമ്മുടെ ഹിമയുടെയും സക്കറിയ സാറിന്റെയും ഒരു വിവാഹ നിശ്ചയം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അതെന്താ ചേച്ചി അങ്ങനെ പെട്ടെന്ന്? സക്കറിയ സാർ ഇന്നലെ ഹിമയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചെന്നാ കേൾക്കുന്നത്. പിന്നല്ല ആ പെണ്ണിന്റെ ഭാഗ്യം. കാരണം സക്കറിയ സാറിനെ പോലെ നല്ല സുന്ദരനായ ഒരു ചെറുക്കനെ വേറെ കിട്ടില്ലല്ലോ. ശരിക്കും ശാരദ ചേച്ചിയുടെ ആ വാക്കുകൾ കേട്ട സമയത്ത് തന്നെ എന്റെ നെഞ്ചൊന്ന് പാളി. കേട്ടതൊന്നും സത്യമാകരുതേ എന്ന് 1000 വട്ടം മനസ്സിൽ പറഞ്ഞു. ശേഷം എനിക്ക് മനസ്സുറയ്ക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്തും ഞാനൊന്ന് തിരക്കി. കേട്ടതെല്ലാം സത്യമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഹിമയുടെ അപ്പച്ചൻ ആ ഒരു ആലോചന ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. കാരണം സക്രിയ സാർ നല്ല പണവും പാരമ്പര്യവും പിന്നെ അത്യാവശ്യം നല്ല ജോലിയും ഒക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹിമയുടെ വീട്ടുകാർക്ക് ഇതൊരു പുളിങ്കൊമ്പ് തന്നെയാണ്. ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമങ്ങൾ വരാൻ തുടങ്ങി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ഓരോ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഓഫീസ് മാത്രമാണ്, ഇതങ്ങനെ തന്നെ പൊക്കോട്ടെ. ഹിമയെ പോലൊരു പെണ്ണിനെ എനിക്ക് വിധിച്ചിട്ടില്ല. അവൾ എൻ്റെ ആരുമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരി മാത്രം. ഇനിയുള്ള ദിവസങ്ങളിൽ അവളെക്കുറിച്ച് ആലോചിക്കില്ല. എല്ലാം മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു. ഇനി മറ്റൊന്നും ചിന്തിക്കുകയില്ല, അങ്ങനെ തന്നെ മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഓരോ നിമിഷവും വേദനയുടെ കൊടുമുടി ഞാൻ കയറി. ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ ഓരോരോ ചിന്തകൾ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, അർജുൻ ഫ്രീ ആണോ? ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അത് അവളായിരുന്നു, ഹിമ. ആ, എന്താ? മറ്റൊന്നുമല്ല, ഈ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അർജുൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെന്താ, ചെയ്യാലോ. ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന വിഷമം പുറത്ത് കാണിക്കാതെ ഞാനത് വാങ്ങിച്ച് റെഡിയാക്കി കൊടുത്തു. ആ, ഇപ്പോൾ ഓക്കെ ആയല്ലേ? അവൾ കുറച്ച് സമയം വീണ്ടും മൗനമായിട്ട് തന്നെ നിന്നു. ആ, അർജുൻ, എൻ്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇതുവരെ റെഡിയാക്കി തന്നിട്ടില്ല. ഏ ഇതല്ലാതെ മറ്റെന്ത് സൊല്യൂഷനാണ്? അർജുൻ അറിഞ്ഞു കാണുമല്ലോ, ഞാനും സക്രിയ സാറും തമ്മിലുള്ള ഒരു കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കും അറിയാത്തൊരു കാര്യം, എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട്. ഞാൻ ഇതുവരെ അത് എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല, പിന്നെ സക്രിയ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ, അതെന്താ പറയാത്തെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയുന്നേ. ആ, അത് പറയാം. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആഹാ, അതാരാ അങ്ങനെ ഒരാള്? താൻ അയാളോട് വേഗം പറയുന്നേ. തന്നെ പോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ. തന്നെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല ക്യാരക്ടറാണ്. പിന്നെ ഇത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും വേണ്ടെന്ന് നോക്കുവോ? അങ്ങനെ പുകഴ്ത്തിയൊന്നും വേണ്ട, ഞാൻ അത്രയ്ക്കൊന്നുമില്ല. എടോ, അതൊക്കെ തനിക്ക് തോന്നുന്ന കാര്യമാണ്. താൻ ആദ്യം പോയി അയാളടുത്ത് പ്രപ്പോസ് ചെയ്യേ. തന്നെ ഉറപ്പായിട്ടും അയാൾക്ക് ഇഷ്ടപ്പെടും. തനിക്ക് ഇഷ്ടമാണോ എന്നെ? അവളുടെ ആ ചോദ്യം കേട്ടപ്പോഴേ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന 1000 ആഗ്രഹങ്ങൾ മനസ്സിലാലോചിച്ച് ഞാൻ അവളോട് ചോദിച്ചു, ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്? എടോ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തൻ്റെ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ് എല്ലാം. താൻ എന്നോട് നോ പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആലോചിച്ച് നല്ലൊരു മറുപടി പറഞ്ഞാൽ മതി. അതിനി എന്തായാലും ശരി തന്നെ, അതെനിക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും. ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാനൊന്ന് പുഞ്ചിരിച്ചു. ശരിക്കും ആ ഒരു നിമിഷം അവൾ എന്നോട് ചോദിച്ചു, അർജുൻ, എന്തെങ്ങനെ കരയണേ? എടോ, ഞാൻ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോടെ? ആ ഒരു ഓഫീസിൽ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഞാൻ അവളെ വാരിപ്പുണർന്നു. അവിടെ കഴുത്തിൽ ഒരു ചുംബനം കൊടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളേറെ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തുറന്ന് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ അതിന് സാധിച്ചില്ല. ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ടാകുമെങ്കിൽ അത് നിന്നെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നീയും സക്രിയ സാറും തമ്മിലുള്ള കല്യാണം ആലോചിച്ചെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എന്തോ എൻ്റെ മനസ്സ് കിടന്ന് പെടുകയായിരുന്നു. കേട്ടതൊന്നും സത്യമാകരുതേ എന്ന് 1000 പ്രാവശ്യം ഞാൻ മനസ്സിൽ ചിന്തിച്ചു. കാരണം നിന്നെ നഷ്ടപ്പെട്ടാൽ ഈ ഒരു ജീവിതത്തിൽ തന്നെ ഞാൻ ഒരുപാട് കരയേണ്ടതായിട്ട് വരും. ആകെ ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ എൻ്റെ വരുമാനം. നമ്മളെങ്ങനെ ജീവിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ, നീ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ, ഈ ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ രാജകുമാരിയെ പോലെ നോക്കിക്കൊള്ളാം.
അത് അവളോട് പറയുന്ന സമയത്തും എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകളും. ശേഷം അവളുടെ ചുണ്ടുകളിൽ ഞാൻ ചുംബിക്കുമ്പോൾ അവളുടെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം എൻ്റെ ചുണ്ടുകളിൽ തട്ടുന്നുണ്ടായിരുന്നു.